ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യണ്ട, വീഡിയോ ചെയ്യാൻ കഷ്ടപ്പാടുണ്ട്, വീഡിയോ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്, വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലാണ്ട് ക്വാളിറ്റി ഉണ്ടാകുന്നില്ല. നിങ്ങൾ വീഡിയോ ചെയ്യണ്ട, നിങ്ങൾ യൂട്യൂബിൽ ലക്ഷക്കണക്കിന് ബാധിക്കാം. ഞാൻ അതിന് തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരുന്നു, തെളിവ് സഹിതം. നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ അറിയാത്ത വീഡിയോ ചെയ്യരുത്. ഓക്കെ, വീഡിയോ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത്, അല്ലാണ്ട് നിലവിൽ വീഡിയോ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊന്നും ചെയ്യണ്ട. അത് വേണമെങ്കിൽ പുതിയ ചാനൽ തുടങ്ങിക്കോളി. അതല്ലാണ്ട് ഇപ്പോൾ ചാനൽ ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ചാനലിൽ ഇങ്ങനെ ഫോട്ടോ വീഡിയോസ് എല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങളതൊന്നും ഡിലീറ്റ് ചെയ്യരുത്. ഓക്കെ, നിങ്ങളൊരു ചാനൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരു ചാനൽ നോക്ക്. ആദ്യം ആയുഷ് മോർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ്. ഓക്കെ, ഈ ചാനലിൽ എത്ര വീഡിയോസ് ഇട്ടിട്ടുള്ളത്? 218 വീഡിയോ. ആരെ വീഡിയോ? അവരെ വീഡിയോ അല്ല, ഫുള്ള് കോപ്പി പേസ്റ്റ് വീഡിയോ ആണ്. വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോൻ്റെ വിന്നർ ഈ ചാനലാണ്. ഓക്കെ, സുമീസ് കിച്ചൻ ആണ് ഈ ചാനലിൻ്റെ പേര്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് നന്ദി. പിന്നെ അടിപൊളി ചാനലാട്ടോ, സൂപ്പർ ചാനലാണ്. ഭയങ്കരമായിട്ട് നല്ല അടിപൊളി ഗ്രോത്ത് കിട്ടുന്ന ചാനലാണ്. നിങ്ങൾ അടിപൊളിയായിട്ട് തംബ്നെയിൽ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ ഫോട്ടോസ് എല്ലാം കറക്റ്റായിട്ട്, വിഷ്വൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സമൂസ ഉണ്ടാക്കുന്ന വീഡിയോസ് ആണെങ്കിലും, പിന്നെ ഇതെന്താണ് കിഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വാച്ച് ചെയ്യുക. നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ ചാനൽ. നല്ല ഫുഡ് അടിപൊളി കാണുമ്പോൾ, പിക്ചർ കാണുമ്പോൾ തന്നെ നല്ലുണ്ട്. പിന്നെ പെരി അൽഫാമ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. വീഡിയോസ് സൂപ്പറായിട്ടുണ്ട്. പിന്നെ കഴിച്ചു നോക്കിയിട്ടില്ല, ഫുഡല്ല. ഓക്കെ, ഫുഡല്ല ഞാൻ അടിപൊളിയായത് പറഞ്ഞത്. സ്വന്തം വീഡിയോ ഒരു വീഡിയോ പോലും ഇതിലില്ല. ഓക്കെ, എല്ലാം കോപ്പി പേസ്റ്റാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അതിൻ്റെ അടുക്കുന്ന ഇതിൽ ചെയ്തിട്ടുള്ള 1.7 മില്യൺ സബ്സ്ക്രൈബറാണ്. ഓക്കെ, 1.7 മില്യൺ സബ്സ്ക്രൈബറാണ്. ഓക്കെ, ഇതിൽ ചാനൽ മോണിറ്റൈസേഷൻ ആയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതിലൊരു വീഡിയോ, സ്വന്തം വീഡിയോ ഒരു വീഡിയോസ് പോലും ഇല്ല. സ്വന്തം വീഡിയോസ് എന്തൊക്കെയോ വീഡിയോസ് ഇട്ടിട്ടില്ല. പക്ഷേ അതിലെല്ലാത്തിലും അവരെ ഫേസ് കാണിക്കുന്നുണ്ട്. ഫേസ് കാണിക്കണം. ഓക്കെ, ഫേസ് കാണിച്ചിട്ട് ബാക്കിയുള്ള വീഡിയോ അത് എത്ര മില്യൺ വ്യൂസാണ്. ഓക്കെ, മില്യൺ വ്യൂസാണ്. 2 മില്യൺ, 3 മില്യൺ. പിന്നെ ഇവിടെ കാണിക്കുന്നുണ്ടാ എത്ര? ഇത് 2.9 മില്യൺ വ്യൂസ്, 3.9 മില്യൺ വ്യൂസ്, 1.2 മില്യൺ വ്യൂസ്, 3.7 മില്യൺ മീൻസ് 1.5 മില്യൺ വ്യൂസ്, 1.9 മില്യൺ വ്യൂസ്. ഓക്കെ, 2 മില്യൺ വ്യൂസ്, 3.6 മില്യൺ വ്യൂസ്, 2.6 മില്യൺ വ്യൂസ്, 1.3 മില്യൺ വ്യൂസ്, 5.3 മില്യൺ വ്യൂസ്. എങ്ങനെ വന്നു? എത്ര വീഡിയോസ് ആയിട്ടിട്ടുള്ളത്? 218 വീഡിയോ, വെറും 218 വീഡിയോ. ഇതിൽ ഒരു സ്വന്തം വീഡിയോ, ഒറ്റൊരു വീഡിയോ പോലും ഇല്ല സ്വന്തം വീഡിയോ, എല്ലാം റിയാക്ഷൻ വീഡിയോ. ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്താൽ മതി. ഇങ്ങനെ വീഡിയോ ചെയ്ത് ഷോർട്ട് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ റീച്ച് ആയിട്ടുള്ളത് ഇതിൽ. ഓക്കെ, ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ അതിൽ ഒന്നുപോലും മിസ് ചെയ്യരുത്. മിസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. കോപ്പിറൈറ്റ് കിട്ടാത്ത രീതിയിലാണ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നുള്ളത്. ഇതെങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വീഡിയോ ചെയ്യണ്ട, വീഡിയോ ഇതാക്കണ്ട. 1 സെക്കൻഡ്, 5 മിനിറ്റ് മതി. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം ഇഷ്ടം പോലെ വീഡിയോ. നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നേരെ ഇവിടെ ഞാൻ ബാക്ക് പോകുന്നുണ്ട്. ഓക്കെ, ബാക്ക് പോകുന്നുണ്ട്. ഇവിടെ സിമ്പിളായിട്ട് ഇവിടെ ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വഴിയായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇതിലാദ്യം ചെയ്യേണ്ടത് യൂട്യൂബ് തുറക്കാം. യൂട്യൂബ് തുറന്നതിന് ശേഷം ഇവിടെ ഷോർട്സ് എന്നൊരു സെക്ഷൻ കാണിക്കുമല്ലോ. ഈ ഷോർട്സ് എടുക്കാം. ഈ ഷോർട്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്സ് വരും. ഓക്കെ, ഇതുപോലത്തെ ഇതും റിയാക്ഷൻ വീഡിയോസാണ്. ഇപ്പം ഞാൻ എടുത്ത പാടന്നെ വന്നത് റിയാക്ഷൻ വീഡിയോസാണ്. ഇവൻ്റെ ചാനൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് വേണ്ട. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഷോർട്സ് വീഡിയോസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള വീഡിയോസ് എടുക്കാം. ഇപ്പോൾ ഇതിൽ കുറേ വീഡിയോസ് കാണിക്കുന്നത് കണ്ട ഇവിടെ ടോപ്പിൽ ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ട്രെൻഡിങ്, സബ്സ്ക്രിപ്ഷൻ, ലൈവ്, ട്രെൻഡിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ട്രെൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വീഡിയോസ് വരും. ഇങ്ങനത്തെ ഇഷ്ടംപോലെ വീഡിയോസ് വരും. ട്രെൻഡിലുള്ള വീഡിയോസ് വരും. അത് മലയാളത്തിലാട്ട്, ഹിന്ദിയിലാട്ട്, തെലുങ്കിലാട്ട്, ട്രെൻഡിങ്ങിലുള്ള സോങ്ങും ട്രെൻഡിങ്ങിലുള്ള ഇതും വരും, വീഡിയോസും വരും. ഓക്കെ, അതിലേതെങ്കിലും ഒരു വീഡിയോസ് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി
ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങളെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യണമെന്ന് തോന്നുന്ന വീഡിയോക്ക് ഇപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1 മില്യൺ വ്യൂസ് ഉണ്ട്. ഇത് ഞാൻ സെലക്ട് ചെയ്താൽ ഇതെന്താണ്, ഇതൊരു ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ കാണിക്കും എന്ത്, യൂസ്ഡ് സൗണ്ട്, കൊളാബ്, ഗ്രീൻ സ്ക്രീന്, കട്ട് ദിസ് വീഡിയോ, 4 ഓപ്ഷൻ വരുന്നുണ്ട്. 4 ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ, ഇതിലിപ്പോൾ 4 ഓപ്ഷൻ വരുന്നുണ്ട്. സൗണ്ട് വേണമെങ്കിൽ സൗണ്ട് എടുക്കുക, അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട, അതൊന്നും വേണ്ട, നിങ്ങളതെല്ലാം ഒഴിവാക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം കൊളാബ് എന്ന് പറയുന്ന സെക്ഷൻ എടുക്കാം. കൊളാബ് എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുമ്പോൾ ആ വീഡിയോസ് പ്ലേ ആയി വരും. ഓക്കെ, ആ വീഡിയോസ് പ്ലേ ആയി വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് പ്ലേ ആയി വരുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടത്, ഈ വീഡിയോസ് നെക്സ്റ്റ് കൊടുക്കണം. ഇത് മനസ്സിലാക്കണം, ഫുള്ള് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടാതെ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. അതിനായിട്ട് മുമ്പ് ഞാൻ വേണമെങ്കിൽ ആ ചാനൽ ഓൾറെഡി കാണിച്ചു തരാം. ഓക്കെ, അതിനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇങ്ങനെ കാണിക്കും. അപ്പോൾ നിങ്ങളെ ഫേസ് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ വീഡിയോസ് വരും, ഒരു സൈഡിൽ ഫേസ് വരും, നമ്മളെ ക്യാമറ ഓൺ ആകും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ ഇത് ഈ ടൈപ്പിലല്ല വേണ്ടത്, ഇപ്പോൾ ഈ 2 ഭാഗമായിട്ടല്ല വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് ടോപ്പിലും താഴെയാണെങ്കിൽ ഈ താഴത്ത് കാണിക്കുന്ന ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പല ടൈപ്പ് വീഡിയോസും പല ടൈപ്പ് ചെയ്യാനും വരും. അപ്പുറത്താക്കാനും അല്ലെങ്കിൽ ടോപ്പിലാക്കാനും, ടോപ്പിൽ വീഡിയോസ് താഴത്ത് നമ്മളെ വീഡിയോസ് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു ബട്ടൺ ഉണ്ട്, ടോപ്പിൽ നമ്മളെ വീഡിയോസും താഴത്ത് നോർമൽ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന വീഡിയോസ്. ഓക്കെ, അതിന് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് സൂം ആക്കാൻ പറ്റും, ഈ വീഡിയോസിനെ കുറച്ച് സൂം ആക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൂം ആക്കുന്നുണ്ട് ഞാൻ കുറച്ച്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടോപ്പിലേക്ക് കൊണ്ടുവരാം. നിങ്ങളെന്ത് ചെയ്യുക, ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് കുറച്ച് റിയാക്ഷൻ കൊടുക്കാം, ചിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റിയാക്ഷൻ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിരുന്നാലും മതി. ഓക്കെ, ഇങ്ങനെ നോക്കിയിരുന്നാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഓക്കെ, അത് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ മനസ്സിലാക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോ കൊടുക്കാം. എന്തെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോ കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ വീഡിയോ ഓൾറെഡി അവിടെ പ്ലേ ആവും. അപ്പോൾ ഓണാക്കി വെക്കുക. ഓണാക്കിയതിന് ശേഷം ജസ്റ്റ് വെയിറ്റ്, അതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും വീഡിയോ വരുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു ഞാനിപ്പോൾ ഇത് റിയാക്ഷൻ കൊടുത്തത് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ടാഗ് ചെയ്യണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ നേരെ എന്താക്കുക, നെക്സ്റ്റ് ബട്ടൺ അമർത്താം. നെക്സ്റ്റ് ബട്ടൺ അമർത്തുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വീഡിയോ വരുന്നത്. ഈ വീഡിയോക്ക് നല്ലൊരു ടോപ്പിക് കൊടുക്കുക. ഇപ്പോൾ ഇതെന്താണ്, ടൈറ്റിൽ കൊടുക്കാം. ഇപ്പോൾ ഇതിലെന്താണ് പറയുന്നത്, ഇതിലിപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നത് ലവ്. ഓക്കെ, ലവ് ഫസ്റ്റ് കൊടുക്കാം. ലവ് എന്ന് വെച്ചാൽ അത് ഒരു പൂ കൊടുക്കുന്ന ഒരു വീഡിയോസ് ആയതുകൊണ്ട് ആ കാറ്റഗറിയിലുള്ള വീഡിയോസ് ലവ് കൊടുക്കാം. അതിന് ശേഷം ഫണ്ണി എന്ന് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം ഇവിടെ താഴത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ ഫുഡ് ചാനലിൽ എന്തൊക്കെയോ വരുന്നുണ്ട്. അതിന് ശേഷം #ടാഗ് കൊടുക്കാം. അതിന് ശേഷം വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും കൊടുത്തോ. ഓക്കെ, അത് നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി ഷോർട്ട് വീഡിയോസ് എന്തെങ്കിലും ചെയ്യുന്ന ആളായിരിക്കും. ഓക്കെ, അതുകൊണ്ട് അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഇവിടെ ബാക്ക് വരണം. ഓക്കെ, അതിന് ശേഷം ഇപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഒരു ടാബ് കൊടുക്കുന്നുണ്ട് കുറച്ച് ലോങ് ആയിട്ടുള്ളത്. അതിന് ശേഷം നിങ്ങൾ ഇവിടെ പബ്ലിക് എന്ന ബട്ടൺ അമർത്തിയിട്ട് അൺലിസ്റ്റഡ് ആക്കി വെക്കാം. പബ്ലിക് ചെയ്യരുത്. ഓക്കെ, പബ്ലിക് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് ആവും. അപ്പോൾ പബ്ലിക് ചെയ്യരുത്, അൺലിസ്റ്റഡ് ആക്കി വെക്കാം. ബാക്ക് വരാം. അതിനുശേഷം ഇവിടെ റിലേറ്റഡ് വീഡിയോസ് ഉണ്ട്. റിലേറ്റഡ് വീഡിയോ നിങ്ങൾ ലോങ് വീഡിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോങ് വീഡിയോൻ്റെ ഇത് ഇവിടെ കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് വീഡിയോ റിലേറ്റഡ് വീഡിയോ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ അതിലും കൂടി വ്യൂസ് കിട്ടും. അതിനുശേഷം ഇവിടെ താഴത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ ഫുഡ് ചാനൽ. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട, അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ വീഡിയോസ് ഓൾറെഡി അത് അപ്ലോഡ് ആയിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ വൈറ്റ് സ്റ്റുഡിയോയിൽ വരാം. ഓക്കെ, വൈറ്റ് സ്റ്റുഡിയോയിൽ വരുന്ന സമയത്ത് വൈറ്റ് സ്റ്റുഡിയോയിൽ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ ഇത് കാണിക്കും. ഓക്കെ, അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഓൾറെഡി നമ്മൾ ആ ഫണ്ണി വീഡിയോസ് ആ വീഡിയോസ് ചെയ്തത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം വേറെ പണിയുണ്ട്. ഓക്കെ, ഇത് നേരെ ഇവിടുന്ന് ബാക്ക് വരാം. ഫുള്ള് ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ക്രോം ബ്രൗസർ എടുക്കാം. ക്രോം ബ്രൗസർ എടുത്തിട്ട് ഡിസ്ക്ലൈമർ എന്ന് അടിക്കണം, യൂട്യൂബ് ഡിസ്ക്ലൈമർ. ഓക്കെ, ഞാൻ ഇവിടെ താഴത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ യൂട്യൂബ് ഡിസ്ക്ലൈമർ എന്ന് വരും. ഓക്കെ, യൂട്യൂബ് ഡിസ്ക്ലൈമർ എടുക്കാം.
യൂട്യൂബ് ഡിസ്ക്ലെയിമർ എടുക്കുമ്പോഴത്തേക്ക് ആദ്യം വരുന്നത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും, ഗൂഗിളിൻ്റെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇതെടുക്കാം കോപ്പിറൈറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. ന്യൂ ടാബ്. ഓക്കെ, ഇവിടെ ഇതെടുത്തിട്ട് നേരെ എന്ത് ചെയ്യാം, ഇവിടെ നേരെ കോപ്പി ചെയ്യാം. ഡയറക്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെയും ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവാം. യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിസ്ക്രിപ്ഷൻ കാണിക്കും. ഓക്കെ, എഡിറ്റ് സെക്ഷനിൽ പോവാം. എഡിറ്റ് സെക്ഷനിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ അത് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് അല്ല, ഇത് വേറെ ആളെ വീഡിയോസാണ്, കോപ്പിറൈറ്റ് തരരുത് എന്നുള്ളൊരു യൂട്യൂബിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള, കോപ്പിറൈറ്റ് തന്നാലും കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആടെ കൊടുത്ത ഫണ്ണി വീഡിയോസ് ഇല്ലേ, അങ്ങനത്തെ കുറേ ടാഗുകൾ ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഫണ്ണി വീഡിയോ ഇങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ വീഡിയോൻ്റെ സെക്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിൻ്റെ താഴത്ത് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യണം, അതിന് ശേഷം നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് ഡിസ്ക്രിപ്ഷനേ ആയിട്ടുള്ളൂ. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ളൂ. ഇനി നിങ്ങളെ വീഡിയോ വൈറലാവണ്ടേ, ഇനി ഈ വീഡിയോ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഈ വീഡിയോ കിട്ടണം. ഓക്കെ, അതിനെന്ത് ചെയ്യണ്ടേ, അതിന് നേരെ പോകേണ്ടത് ഇവിടെ പോകണം. ഓക്കെ, രണ്ടാമത് ക്രോമിൽ പോവാം, തിരിച്ച് ക്രോമിൽ പോവാം. റാപ്പിഡ് ടാക്സ്. ഓക്കെ, റാപ്പിഡ് ടാക്സ് ഇത് സെർച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇത് കറക്റ്റായിട്ട് സ്പെല്ലിങ് മനസ്സിലാക്കി വെക്കാം. റാപ്പിഡ് ടാക്സ് എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തതിന് ശേഷം ഇതെടുക്കാം. റാപ്പിഡ് ടാക്സ് എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തതിന് ശേഷം ഇതെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരു ഫേസ് ആയിരിക്കും വരുന്നത്. ഇങ്ങനത്തെ ഒരു ഫേസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലാദ്യം ചെയ്യേണ്ടത് ഇത് നേരെ ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെ വീഡിയോസ് എന്താണോ, വീഡിയോസ് കാറ്റഗറി ഫണ്ണി വീഡിയോസ് ആണോ, അല്ല വേറെ എന്തെങ്കിലും വണ്ടി സംബന്ധിച്ചിട്ട് കാറാണോ, ബസ്സാണോ, ലോറിയാണോ, അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ഫ്ലവർ വേസ് ആണോ, അല്ലെങ്കിൽ ആനിമേഷൻ ആണോ, ക്യാറ്റാണോ, ഡോഗ്സ് ആണോ, എന്താണോ അതിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഫണ്ണി. ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള ഫണ്ണി വീഡിയോസാണ്. അത് ഓൾറെഡി ഫണ്ണി വീഡിയോസാണ്, ലവ് കൊടുക്കുന്ന എന്തോ സീനാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, ഫണ്ണി എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫണ്ണി എന്ന് അടിച്ചിട്ട് ഇവിടെ സെർച്ച് ചെയ്യാം. സെർച്ച് ലിസ്റ്റിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ടാഗ്സുകൾ വരും ഇവിടെ. ഓക്കെ, ഫണ്ണി വീഡിയോസ്, ഫണ്ണി ഫൈൽസ്, ഫണ്ണി വീഡിയോസ്, ഫണ്ണി ടിക്ടോക്സ്, ഫണ്ണി മീംസ്, ഫണ്ണി സ്റ്റോർ, ഫണ്ണി വൈൻസ്, ഫണ്ണി മൂമെൻറ്റ്, ഫൈൽ അരിമൻ, ഫണ്ണി എന്തൊക്കെയോ പല ടാഗ്സും ഉണ്ട്. ഓക്കെ, ഫണ്ണി ആനിമൽസ് വീഡിയോ, ഇതെല്ലാം ഓൾറെഡി യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ടാഗ്സുകളാണ്. ഓക്കെ, ഇതുപോലെ ടാഗ്സ് വരുന്നുണ്ട്. ടാഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാഗ് എടുക്കാം. ഓക്കെ, ഇതെന്ത് ചെയ്യുക, ഇത് നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഡയറക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. കോപ്പി കിട്ടുന്നുണ്ടെങ്കിൽ കോപ്പി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നിങ്ങളെ ഫയലിലേക്ക് വരാം. ഫയലിൽ വന്നതിന് ശേഷം ഇവിടെ ഈ ടാഗ്സ് ഇവിടെ കാണിക്കും. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇതുണ്ടല്ലോ ഞാൻ കാണിച്ചപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്, ഓൾറെഡി ഇവിടെ ഒരു താഴെ സ്കാനറിൻ്റെ ഒരു ചിഹ്നമുണ്ട്, സ്കാനർ കാണിക്കുന്നുണ്ട്. ആ സ്കാനറിൽ ക്ലിക്ക് ചെയ്യാം. സ്കാനറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടാഗ്സുകൾ ഫുൾ ഓൾറെഡി ടെക്സ്റ്റായിട്ട് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. നേരെ കോപ്പി ചെയ്യാം. ഓക്കെ, ഓരോന്നായിട്ട് കോപ്പി ചെയ്യാം. ഇപ്പോൾ അത് ഒന്നിച്ചിട്ട് ഓൾറെഡി കോപ്പി ചെയ്യരുത്, ഓരോന്നായിട്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി അതെല്ലാം ബാക്ക് പോകുന്നുണ്ട്. അതെല്ലാം ബാക്ക് പോയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ ടാഗ്സ് എന്നുള്ള ഓപ്ഷൻ, ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ വരും, ആഡ് ടാഗ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ലാസ്റ്റ് ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ആ ടാഗ് ഒരു ടാഗായി. അതിന് രണ്ടാമത്തെ ടാഗ് ചെയ്യണമെങ്കിൽ രണ്ടാമത് ഇവിടെ പോകണം, ഇമേജിൽ പോകണം. ഇമേജിൽ പോയിട്ട് രണ്ടാമത് ഇത് എന്ത് ചെയ്യണം, രണ്ടാമത് സ്കാനർ പോവുക. എന്നിട്ട് രണ്ടാമത് ഇതിനെന്ത് ചെയ്യുക, ഈ ഭാഗം മാത്രമാണെന്നുണ്ടെങ്കിൽ ഇത് ടാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കോപ്പി എടുക്കാം. ഓക്കെ, അതിന് ശേഷം രണ്ടാമത് ഇവിടെ പോവാം, ഇവിടെ ടാഗിൽ പോയിട്ട് അതും അപ്ലൈ ചെയ്യാം. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഞാൻ 2-3 കാണിക്കുന്നുള്ളൂ. വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം.
ഇതിവിടെ ഇമേജ് പോയിട്ട് രണ്ടാമത് ആ ടാഗ് അല്ല വേണ്ടത്, നമുക്ക് ഇപ്പോൾ ഈ ടാഗ് വേണ്ട. രണ്ടാമത് കോപ്പി ചെയ്യുക, ഇവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എല്ലാ ടാഗ്സും, അതിലുള്ള എല്ലാ ടാഗ്സും നിങ്ങളിപ്പോൾ വരുന്ന നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയ ടാഗ്സ് എല്ലാം ഇതിൽ സെർച്ച് ചെയ്തിട്ട് എടുക്കാം. സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയാണ് ഈ പീപ്പിൾ ബ്ലോഗ്. ഞാൻ ഓൾറെഡി ഒരു കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഞാൻ ഓൾറെഡി പീപ്പിൾ ബ്ലോഗ് ഇത് ഫണ്ണി വീഡിയോസ് എന്ത് വേണ്ട സെക്ഷന്, ഈ സെക്ഷൻ ഓൾറെഡി ഇവിടെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഇത് ബാക്ക് പോവുക. ഹാഷ്ടാഗായി ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ അതേ ഫണ്ണി വീഡിയോസിൻ്റെ എല്ലാ ഇതും സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ഡയറക്റ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. സ്കാൻ എടുക്കുക. സ്കാൻ എടുത്തിട്ട് ഇതെന്ത് ചെയ്യുക, സെലക്ട് ടെക്സ്റ്റ് കോപ്പി, ഫുൾ ഓൾ ടെക്സ്റ്റ് കോപ്പി ചെയ്യുക. ഓൾ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, യൂട്യൂബ് രണ്ടാമത് ഇവിടെ ഈ ഡിസ്ക്രിപ്ഷനിൽ വരാം. ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് മനസ്സിലാക്കുക. ഡിസ്ക്രിപ്ഷനിൽ അതിന് ശേഷം ഇവിടെ വേണ്ടാത്ത സൈഡ് ഉണ്ടല്ലോ, വേണ്ടാത്ത കുറേ എന്തൊക്കെയോ വന്നിട്ടുണ്ട്, അതൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഇവിടെ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ റിമൂവ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതും റിമൂവ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇവിടെ കുറച്ച് ഓവറായിട്ട് എന്തൊക്കെയോ വന്നിട്ടുണ്ട്, ഫണ്ണി വീഡിയോസ്. അതിരുന്നോട്ടെ. ഓക്കെ, ഫണ്ണി വീഡിയോസ് ഹാഷ്ടാഗ്. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, ഇനി ഹാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ഇതേപോലെ ഇരിക്കട്ടെ. ഫണ്ണി ടിക്ടോക്ക് സെർച്ച് ചെയ്യുമ്പോൾ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് ശേഷം നേരെ ബാക്ക് വരാം. അതിന് ശേഷം ഇത് സേവ് കൊടുക്കാം. സേവ് കൊടുത്തതിന് ശേഷം പബ്ലിക് ആക്കാനായിട്ടില്ല, അൺലിസ്റ്റഡ് ആക്കി വെക്കാം. പബ്ലിക് ആക്കണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ടൈം 6 മണി 10 മണീൻ്റെ ഉള്ളിൽ, 9:30 ഉള്ളിലും 6 മണീൻ്റെ ഉള്ളിലും നിങ്ങൾ പബ്ലിഷ് ചെയ്യാം. ഓക്കെ, രാത്രി, പകലൊന്നും പബ്ലിഷ് ചെയ്യരുത്. പകൽ നിങ്ങൾ എത്ര വീഡിയോ വേണമെങ്കിൽ ഉണ്ടാക്കി വെച്ചോ, 2, 3, 4 എല്ലാം ഉണ്ടാക്കി വെച്ചോ. എന്നിട്ട് ഒരു ദിവസം ഇപ്പോൾ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, 7 മണിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, 8 മണിക്കോ 9 മണിക്കോ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മതി. അല്ലാണ്ട് ഒറ്റയടിക്ക് 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്യരുത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് 6 മണിൻ്റെയും 10 മണിൻ്റെ ഇടയിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല.